Good morning. Good morning, Miss. Good morning, ma'am. Miss. Good morning. Good morning, all. Prayer? ചൊല്ലട്ടെ മാം. പറഞ്ഞോടാ. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. പാരിലാലംബഹീനരായോരെ സേവിപ്പാൻ ശക്തി നൽകണം. സത്യധർമാദി സദ്ഗുണങ്ങളാൽ ജീവിതം ധന്യമാക്കണം. ബുദ്ധനും മഹാവിഷ്ണുവും യേശു ക്രിസ്തുവും നബിയല്ലാവും എല്ലാം ഏകമാണെന്ന വേദാന്തം ഞങ്ങളിൽ ദൃഢമാക്കണം. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. ഏകണേ ഞങ്ങൾക്കെപ്പോഴും. താങ്ക് യു മാം. നന്നായിരുന്നു കേട്ടാടാ. താങ്ക് യു മാം. സൈനിന്റെ ആരാണ്? സൈനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. നമ്മുടെ സുനിത വില്യംസ് നാട്ടിലെത്തിയിട്ടുണ്ട്. നാട്ടിലല്ല, ഭൂമിയിലേക്ക് എത്തിയിട്ടുണ്ട്. കൃത്യം 3:28 നമ്മുടെ ഇന്ത്യൻ സമയം 3:28 ക്രൂ 9 ടീം നമ്മുടെ ഭൂമിയെ ടച്ച് ചെയ്തത്. അപ്പൊ അത്രയും നല്ലൊരു ഹാപ്പി ന്യൂസ് ആദ്യം പറയാണ്ട് ഞാൻ എന്റെ സൈനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ ഇന്ത്യയുടെ ഒരു അഭിമാന താരമാണ് സുനിത വില്യംസ്. ഓക്കെ, ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഇന്നൊരു കവിതയാണ് ചൊല്ലുന്നത്. സൈനിങ് ആ കവിതയിലൂടെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിപ്പോ ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ്, അതായത് ലഹരി വിരുദ്ധ ഒരു കവിതയാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പെടിൽ ഒരു നാളും നാം. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പെടിൽ ഒരു നാളും നാം. വരം കണക്കെ കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാം. വരം കണക്കെ കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാം. ശിരസ്സുയർത്തി 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 പറയുക ലഹരിക്കടിപ്പെടിൽ ഒരു നാളും നാം. കുരുന്നിലെ പിടികൂടാൻ മാഫിയ പതുങ്ങി നിൽപ്പുണ്ടെമ്പാടും. കുരുന്നിലെ പിടികൂടാൻ മാഫിയ പതുങ്ങി നിൽപ്പുണ്ടെമ്പാടും. പതഞ്ഞ ഗ്ലാസുകൾ നീട്ടി ചതിയുടെ വിരുന്നൊരുങ്ങുകയാണെന്നും. പതഞ്ഞ ഗ്ലാസുകൾ നീട്ടി ചതിയുടെ വിരുന്നൊരുങ്ങുകയാണെന്നും. ഉണങ്ങിടാൻ പുകയായി വലിക്കാൻ സിറിഞ്ചിലൂടെ അകത്താക്കാൻ വിഷങ്ങൾ പലതുണ്ടരുതേ. വിഷങ്ങൾ പലതുണ്ടരുതേ, അവയുടെ അടുത്തു പോലും ചെല്ലരുതേ. ശിരസ്സുയർത്തി 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 പറയുക ലഹരിക്കടിപ്പെടിൽ ഒരു നാളും നാം. പഠിച്ചുയർന്നും കളിച്ചും ഇവിടെ കരുത്തരായി വളർന്നെന്നും. പഠിച്ചുയർന്നും കളിച്ചും ഇവിടെ കരുത്തരായി വളർന്നെന്നും. പിറന്ന നാടിനു താങ്ങായി തണലായി കഴിഞ്ഞിടേണ്ടൊരു തലമുറകൾ. കരൾ തകർന്നും കണ്ണു കുഴിഞ്ഞും പിടഞ്ഞൊടുങ്ങരുതൊരു നാളും. അതിന്നു നമ്മൾ എടുക്കണമിന്നീ പ്രതിജ്ഞ ലഹരികൾ അരുതരുതേ. പ്രതിജ്ഞ ലഹരികൾ ശിരസ്സുയർത്തി ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പെടിൽ
കടിപ്പെടില്ലൊരു നാളും നാം. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പെടില്ലൊരു നാളും നാം. ഓക്കെ, ഇന്നലെ കൂടെ നമ്മുടെ ഇവിടെ ഒരു മർഡർ നടന്നിട്ടുണ്ട്. ഐ തിങ്ക് കാലിക്കറ്റ് ആണെന്ന് തോന്നുന്നു. വൈഫിനെ കൊല ചെയ്തിട്ടുണ്ട് ഹസ്ബൻഡ് ബിക്കോസ് ഓഫ് ദിസ് ലഹരി. അപ്പോ നമ്മുടെ നാട്ടില് ഒരുപാടെന്ന് വെച്ചാല് ഒരിക്കലും നമ്മുടെ നാട് ഈ ഒരു അവസ്ഥയിൽ പോവുകയാണെങ്കിൽ നമ്മുടെ കൈവിട്ട് പോകും. നമ്മുടെ മക്കളെ നമുക്ക് തിരിച്ചിട്ടില്ല. നമ്മൾ ഓരോരുത്തരും അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ നാട്ടുകാരൊക്കെ ഒരുപാട് പേര് ഇതിനെതിരെ അതായത് ശബ്ദമുയർത്തി തുടങ്ങിയിട്ടുണ്ട്. ഈവൻ എന്റെ നാടിന്റെ അടുത്ത് തുവൂർ എന്ന് പറയും, അവിടെ കുറച്ച് ആളുകളെ പിടിച്ചിട്ട് അവരെ അടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു. ഇങ്ങനെ ലഹരി വിൽപ്പനക്ക് ഈ ഒരു പ്രശ്നം കാരണം. അങ്ങനെ ഇപ്പൊ നാട്ടുകാർ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, എന്റെ മോൻ സ്കൂൾ വിട്ട് വരുന്നുണ്ട്, അതിന് ചെറിയൊരു നോയ്സ് ഉണ്ടാവേ. അപ്പോ അവര് ഇങ്ങനെ ഓരോ നാട്ടുകാരും ഓരോരുത്തർ ആൾക്കാരും കൂടെ 1 മിനിറ്റ് മാം, ഞാനിപ്പോ പറയാട്ടോ. ഓക്കെ മാം, പറയട്ടെ. സ്കൂൾ വണ്ടി വന്നു, ഭയങ്കര നോയ്സ് ആയിരുന്നു, അതുകൊണ്ട് നോക്കിയത്. അപ്പോ ഇതുപോലെ നമ്മുടെ നാട്ടുകാരും നമ്മൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഇത്രയും വലിയൊരു ലഹരി മാഫിയെ നമുക്ക് തുരത്താൻ കഴിയുള്ളൂ. 90% ഇപ്പൊ നമ്മുടെ സമൂഹത്തെ അത് വിഴുങ്ങിയിട്ടുണ്ട്. അപ്പോ ഇത്രയും ഈ ഒരു സന്ദേശം ഇവിടെ പറയാണ്ട് ഒരിക്കലും നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു ടോപ്പിക് ഇവിടെ എടുത്തത്. സോ ഇനി നമുക്ക് സൈനിങ് എന്നൊരു പ്രോസസ്സിലേക്ക് പോവാം. നമ്മുടെ ഇത്രയും നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഈ ഒരു ക്ലാസ്സിലേക്ക് ഞങ്ങളുടെ സ്വന്തം അപർണ മാമിനെയും അതുപോലെ തന്നെ ഞങ്ങളുടെ ഇത്രയും നല്ലൊരു പോസിറ്റീവ് ക്ലാസ്സിലെ സ്റ്റുഡൻസിനെയും നമ്മുടെ ഈ ഒരു നല്ല 1 ഹവറിലേക്ക് ഈ ഒരു പ്രത്യേക 1 മണിക്കൂറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും ഫ്രഷ് ആയി ആക്റ്റീവ് ആയിട്ട് തന്നെ ക്ലാസ്സിൽ ഇരിക്കുക. വെൽക്കം ഓൾ. താങ്ക് യു മാം. Good morning, Abarna ma'am and my dear friends. Today I am going to present the quote of 16th US President Abraham Lincoln. Stand with anybody that stand right. Stand with him while he is right and part with him when he is wrong. He means you can stand with a person when he is right and you should take a good decision of leaving part if he is wrong. Thank you. സുനിത വില്യംസിന്റെ വന്നത് ഞാനും കൂടി പറയാനിരുന്നതായിരുന്നു. ഷെറിസിനെ പറഞ്ഞു. ഓക്കെ, ഞാൻ രാവിലെ പത്രം കണ്ടപ്പോ തന്നെ ഹാപ്പി ആയിരുന്നു സാർ. രാവിലെ തന്നെ ടൈം അനുസരിച്ച് പറഞ്ഞപ്പോ നമ്മള് ആ ഒരു ഇമേജ് കണ്ടപ്പോ ആളുടെ അവസ്ഥയൊക്കെ കണ്ടപ്പോ നമ്മളെല്ലാവരും വിഷമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ആള് എന്താ പറയാ ഭൂമിയിലെത്തി എന്ന് പറയുമ്പോ വളരെ സന്തോഷമുണ്ട്. സോ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആണ്. ഒരു വ്യക്തിയുടെ സംബന്ധിച്ച് എന്താ പറയുക ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഒരു കാര്യമാണ് എന്ത് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. നമ്മുടെ മെന്റൽ ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുള്ളൂ. നല്ല രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റണമെങ്കിൽ നമ്മുടെ ഹെൽത്ത് എങ്ങനെയായിരിക്കണം? ഓക്കെ ആയിരിക്കണം. ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽത്തി ആയിരിക്കണം. മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാല് മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എങ്ങനെയായിരിക്കണം? ഓക്കെ ആവണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് പറ്റൂ. സോ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മെന്റൽ ഹൈജീൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. The major objects of mental hygiene are prevention of mental disorder. നമുക്ക് മെന്റൽ ഡിസോർഡർ വരാതിരിക്കാൻ ശ്രദ്ധിക്കാം. നമ്മൾ എന്താണ് മെന്റൽ ഡിസോർഡർ വരാതിരിക്കാൻ ശ്രദ്ധിക്കാം. ആൻഡ് through an understanding of the relationship that exists between healthy personality development and life experience. നമ്മൾ നല്ല റിലേഷൻഷിപ്പുകൾ സെലക്ട് ചെയ്യാം. നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെയാണ്. ഇപ്പോ കൂട്ടുകെട്ടുകളാണ് നമ്മൾ പറയാറില്ലേ കുട്ടികളെ വഴിതെറ്റിക്കുന്നത്. ഈ ലഹരി മാഫിയയിലേക്ക് കുട്ടികളെ തള്ളിവിടുന്നത് എന്താണ്? കൂട്ടുകെട്ടുകളാണ്. ചിലപ്പോ അവൻ വളർന്നു വന്ന സാഹചര്യത്തിലോ ചിലപ്പോ ആ കുട്ടിയുടെ പാരന്റ് പോലും മദ്യം ഇതുവരെ കഴിക്കാത്തൊരു വ്യക്തിയായിരിക്കും. പക്ഷെ അവന്റെ ആ ഒരു ഏജിലെ കൂട്ടുകെട്ടായിരിക്കും അവൻ അതിലേക്ക് കൊണ്ടുപോകുന്നത്. സോ നമ്മൾ നല്ല റിലേഷൻഷിപ്പുകൾ
കൂട്ടുകൂടാൻ, ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ, അവരുടെ എന്താ പറയാ, ആ റിലേഷൻഷിപ്പ് നല്ലതാണോ എന്ന് തിരിച്ചറിഞ്ഞ് കൂട്ടുകെട്ടുകൾ കൂടാൻ നോക്കാം. ഹെൽത്തി പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കാം. നമുക്ക് ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എങ്ങനെയാ അക്വയർ ചെയ്യാൻ പറ്റുന്നത്? നല്ല ലൈഫ് എക്സ്പീരിയൻസിലൂടെയാണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോ ഒരു കുട്ടി അവൻ കാണുന്ന കാഴ്ച ഇത് തന്നെയാണ്, എന്താണ് മദ്യപാനവും ലഹരി ഉപയോഗവും ഒക്കെയാണ് സ്ഥിരം കാണുന്നെങ്കിൽ അവന്റെ മൈൻഡിൽ അത് സ്റ്റോർ ചെയ്യാണ്. ഇങ്ങനെയാണ് ലോകം, മദ്യപാനവും ലഹരിയുമാണ്, അങ്ങനെ ഒരു ഇമേജ് അവന്റെ മനസ്സിലേക്ക് വരണം. അല്ല, അവൻ കാണുന്നത് നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാര്, അല്ലെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യാണ്, ഒരുപാട് കാര്യങ്ങൾ അവൻ ചെറിയ പ്രായത്തിൽ തന്നെ അക്വയർ ചെയ്യുകയാണെങ്കിൽ സോ അവന്റെ ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, വളരെ കൂടുതലാണ്. സോ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ലൈഫ് എക്സ്പീരിയൻസ്. നമ്മുടെ ജീവിതമുണ്ട്, അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളത് തന്നെയാണ്. അല്ലാതെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നു, വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുന്നു, സന്ധ്യ ആവുന്നു, വീണ്ടും കടന്നുറങ്ങുന്നു, അതിലൊന്നും ഒരു മാറ്റമില്ല. നിങ്ങൾ ഓരോരുത്തരും ഇതുവരെയും ചെയ്തിരുന്നത് അങ്ങനെ ഒരു റൂട്ടീൻ ആയിരിക്കും. അതിൽ നിന്ന് മാറി നമ്മൾ ഈ ഒരു ക്ലാസ്സിലേക്ക് വന്നപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങി. ഓരോരുത്തരുടെയും ജീവിതം, ഓരോരുത്തരുടെയും സാഹചര്യം നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങി. ഓരോരുത്തരും കടന്നു വന്ന ആ ഒരു വേ നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മളുടെ എക്സ്പീരിയൻസിൽ വ്യത്യാസമുണ്ട്. ദെൻ കെയർ ഓഫ് മെന്റൽ ഹെൽത്ത് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ആൻഡ് ഓഫ് ദ ഗ്രൂപ്പ്. അല്ലെങ്കിൽ നമ്മള് ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ എന്റെ മെന്റൽ ഹെൽത്തും, അതേപോലെ ഞാനൊരു ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ അവിടെ എങ്ങനെയാണ് ഞാൻ പെരുമാറേണ്ടത്, അതെങ്ങനെയായിരിക്കണം എന്നുള്ളത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തു തുടങ്ങി. നിങ്ങളുടെ ഈ ഒരു ക്ലാസ്സിൽ എല്ലാവരും ഇൻഡിവിജ്വലി ഡിഫറെന്റ് ആണ്. എല്ലാ കുട്ടികളും പല ക്യാരക്ടറാണ് അല്ലെ, എല്ലാവരും ഡിഫറെന്റ് ആണ്. പക്ഷെ നിങ്ങളൊരു ഈ ഒരു ക്ലാസ് റൂമിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഉള്ള ഒരു തീരുമാനം, അല്ലെങ്കിൽ ഒരു കോർഡിനേഷൻ, ഒരു കോപ്പറേഷൻ ഉണ്ട് നിങ്ങൾ എല്ലാവരും തമ്മിൽ. അത് നിങ്ങൾക്ക് അറിയാം. ഈ ഒരു ക്ലാസ് റൂമിന്റെ പ്രത്യേകതയാണ്, ഈ ഒരു ക്ലാസ്സിന്റെ ഒരു പ്രത്യേകതയാണ്. ബാക്കി ക്ലാസ്സുകളിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ചെറിയൊരു ഡിവിഷനൊക്കെ തോന്നാറുണ്ട്, 2 പാർട്ടൊക്കെ ആയിട്ട് തോന്നും, 2 വിഭാഗം ആൾക്കാരാണെന്നൊക്കെ തോന്നും. പക്ഷെ എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നില്ല. നിങ്ങൾ ഇവിടെ ഓരോ ഇൻഡിവിജ്വലിനെയും അതാത് രീതിയിൽ സപ്പോർട്ട് ചെയ്യാണ്. നമുക്കറിയാം നമ്മളിലെ ആരൊക്കെയാണ് സ്പെഷ്യൽ, എല്ലാവരും സ്പെഷ്യൽ ആണ്. അപ്പൊ സ്പെഷ്യല് ഓരോരുത്തരും അവരവർക്ക് വേണ്ട സ്പേസ് നമ്മൾ കൊടുക്കാറുണ്ട്. ഒരാൾ സംസാരിക്കുമ്പോൾ ബാക്കി എല്ലാവരും അത് ശ്രദ്ധിച്ചിരിക്കാറുണ്ട്. അവരെന്താ പറയുന്നത്, അവരെന്താ അങ്ങനെ പറഞ്ഞത് എന്നെല്ലാം നമ്മൾ ടൈം കൊടുക്കുന്നുണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ, അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ അത് നമ്മൾ ഒബ്സർവ് ചെയ്യാറുണ്ട്. അതൊരു നല്ലൊരു മെന്റൽ ഹെൽത്തിന്റെ മെന്റൽ ഹൈജീൻ പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ ഒരു കാര്യമാണ്. ദ ഡിസ്കവറി ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് മെഡിക്കൽ മെഷേഴ്സ് ടു ക്യൂർ മെന്റൽ അലൈൻമെന്റ്സ്. നമുക്കിനി മാനസിക അസ്വസ്ഥത തോന്നുകയാണെങ്കിൽ നമ്മൾ മെഡിക്കൽ മെഷേഴ്സ് എടുക്കുന്നത് കുഴപ്പമില്ല, അത് നോർമലാണ്. നമുക്ക് വയ്യാഴ്ച വന്നു കഴിഞ്ഞാല് ശരീരത്തിന് അസുഖം വന്നാൽ മരുന്ന് കഴിക്കുന്നില്ലേ, അതേപോലെ തന്നെയാണ് മൈൻഡിന് അസുഖം വന്നാൽ, അല്ലെങ്കിൽ മെന്റൽ ഇൽനെസ് വന്നു കഴിഞ്ഞാല് മനസ്സിനും എന്ത് വേണം, ഒരു മരുന്ന് വേണം. മരുന്നായിരിക്കില്ല, ചിലപ്പോൾ തെറാപ്പി ആയിരിക്കും, ചിലപ്പോൾ കൗൺസിലിംഗ് സെഷൻ ആയിരിക്കും, ചിലപ്പോ അവർ നമ്മളോട് പറയും നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള, എന്റെ ഒരു പ്രശ്നമാണ്, എനിക്ക് മെന്റലി വീക്ക് ആയിരിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ചെയ്യാനായിട്ട് താല്പര്യം. നിങ്ങളും അതേപോലെ തന്നെ നോക്കുക. ഒരുപാട് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു വിഷമം മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കാം. നമ്മളുടെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ തിരിയുകയാണെങ്കിൽ നമ്മുടെ മൈൻഡ് എപ്പോഴും ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഞാൻ ഈ ഒരു പോർഷൻ എടുക്കുമ്പോൾ നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ച ഒരു കാര്യമാണ് പാഷനും ജോബും. പാഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ഓരോ പാഷൻ ഉണ്ടാവും. പക്ഷെ ഏറ്റവും ഭാഗ്യം ചെയ്ത ആൾക്കാർ ആരാണെന്ന് അറിയാമോ? അവരുടെ പാഷൻ അവർ ജോബായിട്ട് ചെയ്യുകയാണെങ്കിൽ അവർ ആ ജോബിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കും. എനിക്കെന്താ പറയാ, എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്ന കാര്യമാണ്. ഞാൻ വേറൊരു ഫീൽഡിൽ നിന്ന് ടീച്ചിങ്ങിലേക്ക് വന്നതാണ്. പ്രത്യേകിച്ച് ടീച്ചിങ് എന്ന് പറയുന്ന ഫീൽഡിലേക്ക് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ഞാൻ ടീച്ചിങ്ങിലേക്ക് വരും. ഇഷ്ടമാണ്, ചെറുപ്പം മുതലേ ടീച്ചർ ആവണമെന്ന് ഇഷ്ടമായിരുന്നു. പക്ഷെ ബൈ ചാൻസ് സയൻസ് ഗ്രൂപ്പ് എടുത്തില്ല, കൊമേഴ്സിലേക്ക് പോയി. കൊമേഴ്സ്, പിന്നെ ഡിഗ്രി, PG, അത് കഴിഞ്ഞ് ഞാൻ CA ആ ഒരു രീതിയിലേക്കാണ് പോയത്. കൊമേഴ്സ്, അക്കൗണ്ട്സ് ആ ഒരു ലെവലിലേക്ക് പോയത്. അത് കഴിഞ്ഞ് 1 ഇയറോളം ഞാൻ അക്കൗണ്ട്സാ. അപ്പൊ അത് കഴിഞ്ഞിട്ട് തിരിച്ചാ വന്നത്. തിരിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ജേർണി കുറെ അത്യാവശ്യം നല്ല ലോങ് ജേർണി ആയിരുന്നു. എനിക്ക് കുഞ്ഞു കുട്ടികളെ പഠിപ്പിച്ചു തുടങ്ങി. അപ്പൊ കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുന്ന പറഞ്ഞാൽ ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ചെറിയ കുട്ടികൾ അവരുടെ അമ്മമാര് വന്ന് നമ്മളോട് പേഴ്സണലി പറയും,
ആ കുട്ടി അവളെ പഠിപ്പിച്ചപ്പോ നന്നായിട്ട് പറയുന്നുണ്ട്. മോരടുത്ത് കിട്ടിയതിന് ശേഷമാണ് അവൾ ഇത്രയും മാറ്റം കണ്ടിരിക്കണേ. ഇപ്പൊ ഞാൻ പഠിപ്പിച്ച കുട്ടികളൊക്കെ ഇപ്പൊ SSLC എഴുതാനുണ്ടാവും. ഈ വർഷം SSLC ആണ് അവൻ. ഞാൻ ആദ്യം പഠിപ്പിച്ച കുട്ടി 1ലും 2ലൊക്കെ പഠിപ്പിച്ച കുട്ടികൾ ഇപ്പൊ SSLC എഴുതാണ്. അതേപോലെ തന്നെ അതിന് മുതിർന്ന കുട്ടികളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്ന കുട്ടികൾ ഇപ്പൊ അവര് 7ലൊക്കെയാണ്. അപ്പൊ അത്രയും ടൈം ഉണ്ട്. ഞാൻ കുഞ്ഞു കുട്ടികളെ പഠിപ്പിച്ചു വന്ന സ്റ്റേജ് പറയുമ്പോ അത്രയും ഒരു ടൈം ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ആ ചെറുപ്പം മുതലേ നമ്മള് ഓരോ അക്ഷരങ്ങള് ആ സമയത്ത് അവർക്ക് അക്ഷരം പോലെ അറിഞ്ഞൂടായിരുന്നു. നമ്മളിത് പഠിപ്പിച്ച് അവരെ ട്രെയിൻ ചെയ്തെടുത്തപ്പോ അവര് പറഞ്ഞു എന്നോട് നന്നായിട്ട് പഠിക്കുന്നുണ്ട്, കുട്ടികൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ചത് എന്തുകൊണ്ട് എനിക്ക് പഠിച്ചുകൂടാ? അപ്പൊ എനിക്കത് ഹാപ്പിനെസ് ആണ്. അവർക്ക് അത് പറയുമ്പോൾ എന്ത് മുമ്പ് ഞാൻ എക്സാമിനൊക്കെ ഒരുപാട് മാർക്ക് സ്കോർ ചെയ്ത് കിട്ടുമ്പോൾ കിട്ടുന്ന ആ ഹാപ്പിനെസ് എനിക്ക് ടീച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നു എന്ന് മനസ്സിലാക്കി. ഞാൻ അത് ഐഡന്റിഫൈ ചെയ്തു. ദെൻ എന്റെ ഫീൽഡ് അക്കൗണ്ട്സ് അല്ല, അക്കൗണ്ട്സ് ജോബ് അല്ല, ടീച്ചിങ് ആണെന്ന് മനസ്സിലാക്കി ഞാൻ എന്ത് ചെയ്തു, ടീച്ചിങ്ങിലേക്ക് വന്നു കേട്ടോ. ടീച്ചിങ്ങിലേക്ക് വന്നതിന് ശേഷം ഞാൻ ഇതുവരെ വിഷമിച്ചിട്ടില്ല. അയ്യോ ഇന്നത് കൊണ്ടാണ്, അയ്യോ എനിക്ക് വിഷമം വരേണ്ട കാര്യം വന്നില്ല. ഇനിയിപ്പോ എനിക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്യും. ഇപ്പൊ ഞാൻ എടുക്കുന്ന ഒരു ക്ലാസ് ആ കുട്ടിക്ക് മനസ്സിലായില്ല, ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ഡൗട്ട് വരാം. ഞാനൊരു ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ തന്നെ എന്നോട് തുറന്ന് പറയണം. കാരണം അങ്ങനെ തുറന്ന് പറയുകയാണെങ്കിൽ എനിക്കത് റെക്ടിഫൈ ചെയ്ത് വീണ്ടും നന്നായിട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പോ നാളെ നിങ്ങളൊരു ടീച്ചറായിട്ട് ഒരു സ്കൂളിൽ പോകുമ്പോൾ അവിടെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കമന്റ് പറയുമല്ലോ, ഇത്തിരി കൂടി ഇതായിട്ട് കുറച്ചും കൂടി നല്ല രീതിയിൽ എടുക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യണം. നമ്മള് ടീച്ചേഴ്സിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കണം. അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ലൈഫ് ലോങ് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് പഠിച്ചുകൊണ്ടേയിരിക്കുക. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ പഠിച്ച സമയത്തേക്കാളും കൂടുതൽ എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ കാര്യങ്ങൾ പുതിയത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ മെന്റൽ ഹെൽത്ത് പഠിക്കുമ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന വേറെ പോർഷൻ സൈക്കോളജി, അൺകോൺഷ്യസ് മൈൻഡ്, അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ബുക്കുകൾ റെഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് ഒരു കാര്യം പഠിക്കുമ്പോൾ അതിലേക്ക് പാഷനേറ്റ് ആയിട്ടാണെങ്കിൽ നമ്മളത് ഡീപ്ലി നമ്മളതിൽ എന്താ പറയാ എന്തൊക്കെ എവിടെ നിന്ന് കിട്ടും, എന്തോരം കാര്യങ്ങൾ നമ്മൾ അക്യൂർ ചെയ്യാൻ പറ്റും, അക്യൂർ ചെയ്യാം. അപ്പൊ എന്റെ ഒരു പ്രോസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ പറഞ്ഞത് എക്സ്പീരിയൻസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ മെന്റൽ ഹെൽത്ത് കുറച്ച് വീക്കായിരുന്ന സമയത്ത് ഞാൻ എന്റെ പാഷൻ തിരഞ്ഞെടുത്തു. ആ പാഷൻ തന്നെ എന്റെ ജോബായപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ നല്ല ഹാപ്പിയാണ്. ടെൻഷൻസ് ഒന്നുമില്ല. പുറത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ എന്താ പറയാ, നമ്മളെ അഫക്ട് ചെയ്യുന്ന ഒരുപാട് ഫിനാൻഷ്യൽ അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂ റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ എന്നെ അഫക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഞാൻ ക്ലാസ്സില് പ്രസന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടത്തോടു കൂടി ഹാപ്പിനെസ്സോട് കൂടിയാണ്. നാളെ ഒരു ദിവസം നിങ്ങൾ ഓരോരുത്തരും ഒരു ക്ലാസ്സിൽ പോയി, ഇപ്പോ എന്താണ് ട്രെയിനിങ്ങിനൊക്കെ പോയവർക്ക് അറിയാൻ പറ്റും. അവർ ആ ക്ലാസ്സിൽ ചെന്ന് ക്ലാസ് എടുത്തപ്പോ അവരുടെ ഒരു എക്സ്പീരിയൻസ് അപ്പൊ കിട്ടിയ ഫീൽ ഉണ്ടല്ലോ മക്കളെ, ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഫീലാണ്. നിങ്ങൾ ഓരോരുത്തരും അത് എൻജോയ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് അതിനുള്ള അവസരം പറ്റുന്ന ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ടൈമിലേക്ക് ആണ് നിങ്ങൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നീഡ് ഫോർ മെന്റൽ ഹൈജീൻ ഇൻ ദ സ്കൂൾ. നമ്മളിപ്പോ പറയുന്ന ഒരു കാര്യം, ഇപ്പൊ ലഹരി വിമുക്തം അല്ലെങ്കിൽ ലഹരിയുടെ ഉപയോഗം, ഇതെല്ലാം ഒരു കുട്ടിയുടെ മെന്റൽ ഹൈജീനെ ബാധിക്കുന്ന പ്രശ്നമല്ലേ? അതെ, മെന്റൽ ഹൈജീനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. കാരണം നമ്മൾ സ്കൂളുകളിൽ നിന്ന് അല്ലെങ്കിൽ ചെറുപ്പം മുതലേ ശീലിക്കേണ്ട കാര്യമാണ് നമ്മൾ കുട്ടികളോട് ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറയുന്നതിലും നല്ലത് ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച ആൾക്കാരെ കാണിച്ചു കൊടുക്കുന്നതാണ്. ലഹരി ഉപയോഗിക്കുന്ന ഒരു വിഭാഗത്തെയും കാണിച്ചു കൊടുക്കുക. അതൊന്നും ഉപയോഗിക്കാത്ത നന്നായി പഠിച്ച് അവരുടെ കരിയറിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു വിഭാഗത്തെയും കാണിച്ചു കൊടുക്കുക. നിനക്ക് ഏത് അവസ്ഥയിലേക്കാണ് പോകുന്നത്? നന്നായി പഠിച്ച് നല്ല ഹൈ സാലറിയിലുള്ള ജോലിയിലേക്ക് പോകണോ, അല്ലെങ്കിൽ ലഹരി ഉപയോഗം മൂലം പാതിയിൽ വിദ്യാഭ്യാസം മുടങ്ങി ആ ഒരു ഡിപ്രഷനിലേക്ക് പോകുന്ന ആ ഒരു സ്റ്റേജിലേക്ക് പോകണോ എന്ന് നമുക്ക് കുട്ടികളോട് പറയാം. അവർ ഏത് സ്റ്റേജാണ്, രണ്ടും അറിയട്ടെ, നല്ലതും അറിയട്ടെ, ചീത്ത അറിയട്ടെ, എന്നിട്ട് അവർ സെലക്ട് ചെയ്യട്ടെ ഏതാണ് വേണ്ടത്. നമ്മുടെ സ്കൂളിൽ കുറച്ചും കൂടി മെന്റൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അനാവശ്യമായിട്ടുള്ള ഒരുപാട് ഇടപെടലുകൾ, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡിസിപ്ലിൻ, അതേപോലെ ഒരുപാട് പ്രശ്നങ്ങൾ സ്കൂളിന്റെ അകത്ത് കുട്ടികൾ ഫേസ് ചെയ്യുന്നുണ്ട്. പാർഷ്യാലിറ്റി, ടീച്ചേഴ്സ് പാർഷ്യാലിറ്റി കാണിക്കുന്നു. അപ്പൊ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും അല്ല കേട്ടോ, പക്ഷെ എന്നാൽ ചില ടീച്ചേഴ്സ് ചെയ്യാറുണ്ട്. മാർക്കിന്റെ അടിസ്ഥാനത്തിൽ പാർഷ്യാലിറ്റി കാണിക്കും, ഇല്ലേ? അത് വളരെ മോശം
പ്രവണതയാണ്. ചിലപ്പോ അവൻ ഇവിടെ മാം എന്റെ കുട്ടികൾക്ക് എപ്പോഴും ഒരു ശ്രീനന്ദ എന്ന് പറയുന്ന കുട്ടിയുണ്ട്. അപ്പൊ ഇവര് എപ്പോഴും വന്ന് പറയണ കാര്യമാണ്, ഇവര് മരിച്ചു കിടന്ന് പഠിക്കും. അതായത് ചിലപ്പോ ഒരു മാർക്കിന്റെ ഒക്കെ വ്യത്യാസത്തിലുണ്ട് പറയുവേ, ഞങ്ങൾ പഠിക്കല്ലോ അമ്മി, ഞങ്ങൾ പഠിച്ചാലും മിസ് കൊടുക്കുന്നത് ശ്രീനന്ദക്കാണ്. കാരണം അവിടെ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾക്ക് അവിടെ ഭയങ്കര, മുസ്ലിം സ്കൂളാണ് പക്ഷെ ഈ എല്ലാ മിസ്സുമാരും ഹിന്ദുക്കളാ. അപ്പൊ അവര് ഈ പിള്ളേര് എന്തെല്ലാം പഠിച്ചാലും നമ്മൾ പാരന്റ്സ് പിള്ളേരെ കൂടെ കട്ടൊക്കെ നിന്നാലും അവര് ഈ ഒരു മാർക്കിന് വേണ്ടിയിട്ട് അവര് അങ്ങനെ കൊടുക്കും. പക്ഷെ ഈ കഴിഞ്ഞ തവണ ഞാൻ ചെന്ന് പ്രതികരിച്ചു, അവരോട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ 4 പിള്ളേര് ക്ലാസ്സിൽ ടോപ്പർ വന്നു. അതിൽ ഒരു കുട്ടി എന്റെ കുട്ടിയായിരുന്നു, ബാക്കി ഒരു കുട്ടി ശ്രീനന്ദ എന്ന് പറയുന്ന കുട്ടി, ഒരു കുട്ടി ഫൈഹ, ഒരു ലക്ഷിത്, അങ്ങനെ 4 പിള്ളേര് വന്നു. 4 പിള്ളേര് വന്നു കഴിഞ്ഞപ്പോ ഇവര് പിന്നെയും കൊടുത്തത് ഏതാ, ഈ ശ്രീനന്ദക്ക് തന്നെയാണ് കൊടുത്തത്. ഞാൻ സ്കൂളിൽ ചെന്നിട്ട് മാന്യമായ രീതിയിൽ പറഞ്ഞിട്ട് മിസ്സിന്റെ അടുത്ത് ഞാൻ പറഞ്ഞതെന്നറിയോ, നിങ്ങൾ 4 പേർക്ക് ഈ ഒരു കുട്ടിക്ക് കൊടുത്തത് ശരിയായില്ല, കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ക്ലാസ് ടോപ്പേഴ്സ് 4 പേർക്കും കൊടുക്കണം. ആ ഒരു ബാഡ്ജ് ഉണ്ട്, ആ ബാഡ്ജ്. അപ്പൊ ഇവർക്ക് ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കൊടുത്തില്ല എന്നുള്ളതാണ് എന്റെ കുട്ടി പറയുന്ന ഒരു മെയിൻ റീസൺ. അപ്പൊ ഞാൻ മിസ്സിന്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ കൊടുത്തില്ല, ശരി കൊടുക്കണ്ട, ആ കുട്ടിക്ക് കഴിഞ്ഞ ടൈമിൽ ഒരു മാർക്ക് കൂടുതലുള്ളതുകൊണ്ട് ഈ തവണ ടൈ വന്നപ്പോ നിങ്ങൾ ആ കുട്ടിക്ക് കൊടുത്തു. പക്ഷെ നിങ്ങൾ ഈ കുട്ടികളോട് പറഞ്ഞോ ഈ 4 പേര് ക്ലാസ് ടോപ്പർ ആയിരുന്നു എന്ന്? അപ്പൊ മിസ്സും പ്രിൻസിപ്പാളും പറഞ്ഞു ഇല്ല. ഞാൻ പറയും എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല? അപ്പൊ ഈ കുട്ടികൾ പഠിച്ചത് വെറുതെയോ? ഞാൻ പറഞ്ഞു കഴിഞ്ഞ തവണ മാർക്ക് കുറഞ്ഞു, ഒരു മാർക്കിന്റെ പേരിലാണ് നിങ്ങൾ ഈ ടൈ വന്ന കുട്ടികൾക്ക് നിങ്ങൾ കൊടുത്തത്, അത് പറ്റില്ല എന്ന് പറഞ്ഞു. 3ാമത്തെ ടൈമിൽ എന്റെ കുട്ടിക്ക് ഇപ്പോഴും പഠിച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു മാർക്കിനാണ്, അതായത് ഫസ്റ്റ് ടൈമിൽ ഒരു മാർക്ക് പോയി എന്നുള്ളതിലാണ് ഈ 4 ടൈം ഇവർക്ക് കഴിഞ്ഞ് 4 ടൈമിൽ ഈ അവസാന ടൈമിലും ഇവർക്ക് ആ ഫസ്റ്റ് ടൈമിൽ ഒരു മാർക്ക് പോയതിനാണ് ഈ ശ്രീനന്ദക്ക് ക്ലാസ് ടോപ്പർ കൊടുക്കുന്നത്. പിള്ളേർക്ക് പഠിക്കാൻ മാനസികമായിട്ട് ഇഷ്ടക്കുറവ് വരികയാണ് അതില്. അപ്പൊ ഞാൻ അത് ചെന്ന് കറക്റ്റായിട്ട് പ്രിൻസിപ്പാളിനെ കാര്യം ഇവരെ അറിയിച്ചു. ഈ തവണ 5 പേരുണ്ട് ക്ലാസ് ടോപ്പറിൽ, ഒരാൾ പിന്നെ എന്റെ കുട്ടി തന്നെയാണ്. അപ്പൊ ആ ഒരു പ്രതികരിച്ചതിൽ ഞാൻ ഇപ്പോഴും വളരെ സന്തോഷത്തിലാണ്. കാരണം എന്റെ കുട്ടിക്ക് അവിടെ കിട്ടേണ്ട ഒരു അംഗീകാരം കിട്ടി. അത് എനിക്ക് നന്നായിട്ട് പാർഷ്യാലിറ്റി ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇവർക്ക് ഒരു എന്താ പറയാ, കുട്ടീനോട് എന്തൊരു സോഫ്റ്റ് കോർണർ ഉണ്ടെന്ന് എനിക്ക് തോന്നിയായിരുന്നു. പിള്ളേരും വന്ന് പറയും എന്തുണ്ടെങ്കിലും ആ ശ്രീനന്ദേനെയാണ് പൊക്കുന്നത്, ശ്രീനന്ദ നന്നായിട്ട് വായിക്കും. എവിടെ അതിനേക്കാളും നന്നായിട്ട് നമ്മുടെ കുട്ടികളും വായിക്കുന്നുണ്ട്, പക്ഷെ അവിടെ നമുക്ക് വിലയില്ല, ആ കുട്ടിക്കാണ് വില. പക്ഷെ പേരെടുത്ത് ഞാൻ ആ സ്കൂളിൽ റിപ്പോർട്ട് ചെയ്ത്, പേര് പറയണ്ട എന്ന് പല പാരന്റ്സിന്റെ അടുത്ത് പറഞ്ഞെങ്കിലും ഞാൻ ആ കുട്ടിയുടെ പേരെടുത്ത് തന്നെ മെൻഷൻ ചെയ്ത് തന്നെ ഞാൻ സ്കൂളിൽ റിപ്പോർട്ട് കൊടുത്തു. എന്റെ അഭിപ്രായത്തില് ടീച്ചേഴ്സ് പാർഷ്യാലിറ്റി കാണിക്കുന്നത് വളരെ മോശം ഒരു കാര്യമാണ്. കാരണം മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും കുട്ടികളെ നേരിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പാടില്ല. നമുക്കുള്ള നമുക്ക് സഹിക്കാൻ പാടില്ലാത്ത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കുട്ടി ഈ ടൈമിലുള്ള കഴിഞ്ഞ ടൈമിലുള്ള അതിന് മുമ്പ്, അപ്പൊ നമ്മൾ ഈ പഠിക്കില്ലാത്ത കുട്ടികള് ചിലപ്പോ ഈ ബാഡ്ജിന് വേണ്ടിയിട്ട് എത്ര എഫേർട്ട് എടുത്തിട്ട് ആ നെക്സ്റ്റ് ടൈമിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ കഴിഞ്ഞ തവണ 30 മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ 20 മാർക്ക് കുറഞ്ഞെന്നും പറഞ്ഞാൽ അവർ ഈ ടൈം കൊടുക്കാതിരുന്നാൽ അത് ആ കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയല്ലേ? അപ്പൊ ഈ കുട്ടി പഠിച്ചത് വെറുതെ ആയില്ലേ? അതന്നെ ഞാൻ അവിടെ ചോദിച്ചത്. അപ്പൊ മിസ്സുമാർക്ക് ആർക്കും ഒന്നും പറയാനില്ല. ഞാൻ എന്റെ മിസ്സിനോട് പറയാം, നാളെ ഞാനും ഈ പ്രൊഫഷനിൽ വരാനുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ പറയാം നിങ്ങൾ ഇത് ക്ലിയർ ചെയ്തേ പറ്റൂ. ഓക്കെ, പാർഷ്യാലിറ്റി കാണിക്കാൻ പാടില്ല. അതേപോലെ തന്നെ കുട്ടികളിൽ ഒരുപാട് പ്രഷർ കൊടുക്കാൻ പാടില്ല. ഞാൻ നിങ്ങളോട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തില്ലേ, ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഈ പ്രാവശ്യം +2 എക്സാമിന് മുമ്പ് തലേന്നുണ്ടായ ന്യൂസ്. ശരിക്കും ഷോക്കിംഗ് ആയിരുന്നു അത്. ഞാൻ അത് റീഡ് ചെയ്തല്ല, പറഞ്ഞതാണ്. കാരണം കൂടെ പഠിക്കുന്ന കുട്ടികളാണ് അവർ പറഞ്ഞത്. മിസ്സേ, ഞങ്ങൾക്ക് കൂടെ ഉള്ള ഒരു കൊച്ച് ഇന്ന് ചെറുപ്പത്തിൽ പഠിച്ചത്, ഒരുമിച്ച് പഠിച്ചത്, 10th വരെയും ഒരുമിച്ച് പഠിച്ചത് കൊച്ച് ആത്മഹത്യ ചെയ്തു എന്നാണ് അവർ പറഞ്ഞത്. ഞാൻ പറഞ്ഞു നമ്മൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോ പേടിച്ചിട്ടാണോ പറഞ്ഞത്. ഞാൻ ചോദിച്ചു ഫെയിൽ ആവുന്നത് ടൈപ്പ് കുട്ടിയാണോ? അല്ല മിസ്സേ, അവൻ 10th ഫുൾ A+, +1 ഫുൾ A+. പിന്നെ എന്താ അവിടെ വന്ന ഭയം? ഫെയിലിയറിനോടുള്ള ഭയം. കുട്ടികൾ ചെറുപ്പത്തിലെ തോൽവികൾ കണ്ട് തന്നെ പഠിക്കണം, ഫെയിൽ ആയി തന്നെ പഠിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. തോറ്റു പഠിച്ചോട്ടെ, കുഴപ്പമില്ല, ആ പേടിനോടുള്ള ഭയം അങ്ങോട്ട് കുറയുകയും. നമ്മളൊക്കെ എത്ര എക്സാമിന് പൊട്ടിയിട്ടുണ്ട്. എന്റെയൊക്കെ ഏജിലില്ലേ, എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് സോഷ്യലാണ്. ഇന്നും എനിക്ക് പഠിപ്പിക്കാനായിട്ട് ഇപ്പൊ അക്കാഡമിക് സെഷനിൽ പോവാണെങ്കിൽ 10th വരെ ആണെങ്കിൽ ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്ന സബ്ജക്ട് സോഷ്യൽ ആയിരിക്കുള്ളൂ. പക്ഷെ ഞാൻ സോഷ്യലില് ഒരു എന്താ പറയാ, 10th മോഡൽ എക്സാം വരെയും ഫെയിൽ ആണ്. മോഡൽ എക്സാമിന് പാസ്സാണ്, മോഡൽ എക്സാം വരെ അതിന് മുമ്പ് വരെയും എപ്പോഴും 23 80 23 ആണ്. അത്
ആ മാർക്കാണ് എനിക്ക് കിട്ടിയിരുന്നത്. പക്ഷെ ഞാൻ നന്നായിട്ട് പഠിക്കുമെന്ന് എന്റെ ടീച്ചർക്കും അറിയാം, ടീച്ചർ മാർക്ക് ഇടാത്തതാണെന്ന് എനിക്കും അറിയാം. പക്ഷെ അതവിടെ ചോദിക്കാനോ ഒന്നിനോ ആരും വരികയുമില്ല. നമ്മൾ ഫെയിൽ ആണ്, സോഷ്യൽ ഫെയിൽ ആണ്, ഓക്കെ നീ കുറച്ചും കൂടി കഷ്ടപ്പെട്ട് പഠിക്കണം, ഞാൻ എന്നെ പാസ്സാക്കാം അടുത്ത പ്രാവശ്യം എന്നോട് പറയും. ഫസ്റ്റ് ഏജിലായിട്ടുള്ള ടീച്ചറാണ്, നല്ലൊരു കമ്പനിയാണ്, നല്ലൊരു ഫ്രണ്ട്ലി മൈൻഡാണ്. അപ്പൊ നമ്മളുടെ പാരന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫെയിലിയറിനോടുള്ള ഭയം അങ്ങോട്ട് പോയി, എന്താണ് പഠിച്ചുകൂടെ എഴുതാം എന്നുള്ള രീതിയിൽ. അത് ഞാൻ ചോദിച്ചു, മിസ്സേ മോഡൽ എക്സാമിന് എനിക്ക് 23.5 മാർക്ക് കിട്ടാം. ഞാൻ ചോദിച്ചു, മിസ്സേ ഞാൻ എഴുതിയിരിക്കുന്നതിന് 23.5 മാർക്ക് കിട്ടുള്ളൂ, ഞാൻ ജയിക്കുമോ മിസ്സേ എന്ന് മിസ്സിനോട് വെച്ച്. നീ എഴുതിയതിന്റെ പാതിയെ ഞാൻ ഓരോ പേപ്പറിൽ ഇട്ടിട്ടുള്ളൂ, നിനക്കത് റിസൾട്ട് വരുമ്പോ അറിയാൻ പറ്റും എന്ന് പറഞ്ഞു. സോ എക്സാം 10th SSLC എക്സാം എത്ര വർഷം മുമ്പാണ്, 10-12 വർഷം മുമ്പത്തെ കാര്യം പറയണേ. സോ 10th എക്സാം ആയിട്ട് വന്നു, എക്സാം അപ്പോ 13 വർഷം മുമ്പത്തെ കുറെ ഉണ്ട് ബാക്ക്, എണ്ണം കുറഞ്ഞു പോയി. അപ്പൊ എക്സാം ആണ്, സോഷ്യൽ എക്സാം. എല്ലാവർക്കും പേടി. എനിക്ക് മാത്സ് ഭയങ്കര ഇഷ്ടമാണ്, മാത്സ് സബ്ജക്ട് ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. സോഷ്യൽ എനിക്ക് പേടി എന്ന് പറഞ്ഞാൽ പേടിയല്ല, ഈ മാർക്ക് കുറവായിരിക്കും, ഞാൻ കൂടുതൽ ടൈം കോൺസെൻട്രേറ്റ് ചെയ്യണം സോഷ്യലാണ്. അപ്പൊ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യലിന്റെ എക്സാം എഴുതി. എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ്, കാരണം ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു, എസ്സേ ക്വസ്റ്റ്യൻ ഒക്കെ ഞാൻ പഠിച്ചു തന്നെ വന്നു. ദെൻ മിസ്സിനെ കണ്ടു, മിസ് ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു എക്സാം. എളുപ്പമായിരുന്നു മിസ്സേ, ഈ പ്രാവശ്യം ഞാൻ പാസ്സാവും. പക്ഷെ ഇത്രയും നാള് മിസ് എന്നെ ഫെയിൽ ആക്കുന്ന 8th മുതൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ എടുക്കുന്നത് ഈ മിസ്സാണ്. ഞാൻ പഠിച്ചത് ഇംഗ്ലീഷ് മീഡിയമാണ്. അപ്പൊ മിസ്സാണ് എടുക്കുന്നത്. സ്റ്റേറ്റിലെ ഫസ്റ്റ്, ഞങ്ങളുടെ സ്കൂളില് സ്റ്റേറ്റിൽ ഫസ്റ്റ് ഇംഗ്ലീഷ് മീഡിയം ഞങ്ങളായിരുന്നു. അപ്പൊ 4th കഴിഞ്ഞിട്ട് ഞാൻ ആ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങളുടെ ബാച്ചാണ് ഫസ്റ്റ് ഇംഗ്ലീഷ് മീഡിയം പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്. അപ്പൊ ഒരു പ്രതീക്ഷയാണ് അവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു 30 സ്റ്റുഡൻസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് 10th എത്തിക്കഴിഞ്ഞപ്പോ എല്ലാവരും പേടി കൊണ്ട് ഇംഗ്ലീഷ് മീഡിയം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെയിൽ ആകും, മാർക്ക് കുറയും എന്ന പേടി കൊണ്ട് നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരൊക്കെ മലയാളം മീഡിയത്തിലേക്ക് പോയി. സോ ഞങ്ങളൊരു 6 പെൺപിള്ളേരും ഒരു ആൺകൊച്ചും മാത്രം അവസാനം ആ ഇംഗ്ലീഷ് മീഡിയം എന്നുള്ളതാണ് ആ ഒരു സെഷനിൽ 10D എന്ന് പറയുന്ന ആ സെഷനിൽ ആകെ 7 പേരാണ് എക്സാം എഴുതിയത്. ഭാഗ്യം കൊണ്ടെന്ന് പറയട്ടെ, ആ ആൺകൊച്ചുണ്ടല്ലോ അവൻ ഇത്തിരി വീക്കാണ് പഠിക്കാനായിട്ട്, അവനടക്കം ആ 7 പേര് നന്നായിട്ട് എന്ത് ചെയ്തു, പാസ്സായി, നല്ല മാർക്കോടെ പാസ്സായി. അതില് ടോപ്പേഴ്സ് ഉണ്ടായിരുന്നു, സ്കൂൾ ടോപ്പേഴ്സ് വരെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാവരും പറഞ്ഞു ഇംഗ്ലീഷ് മീഡിയം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് മാർക്ക് കുറവായിരിക്കും കിട്ടുന്നത്. ഞങ്ങൾ പറഞ്ഞ മാർക്ക് കുറവായിക്കോട്ടെ, ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് മാർക്ക് കുറവായിരിക്കും കിട്ടുക, കാരണം മലയാളത്തിൽ എഴുതി വെച്ചവർക്ക് മാർക്ക് കൂടുതൽ കിട്ടും, ഞങ്ങൾക്ക് മാർക്ക് കുറവാണ്, കുഴപ്പമില്ല പറഞ്ഞു. എന്നിട്ട് എന്താ ഞങ്ങൾ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10th റിസൾട്ട് വന്നു. എനിക്ക് സോഷ്യലിനുണ്ട് നല്ല മാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. മാത്സ് ആണ് എന്റെ ഫേവറേറ്റ് സബ്ജക്ട് എങ്കിലും എനിക്ക് സോഷ്യലിനാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത്. സോ ഹാപ്പി ആയിരുന്നു. അത് കഴിഞ്ഞ് കൊമേഴ്സിലേക്ക് ചെന്നു. കൊമേഴ്സിലേക്ക് വന്നപ്പോൾ വെച്ചാല് ഞങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് വന്ന പിള്ളേർ കുറച്ച് മാർക്ക് കുറവാണ്. എന്ന് വെച്ചാൽ മാർക്ക് ഒത്തിരി 90 ഒരു 97 ഒന്നും ഇല്ലെങ്കിലും 80-85 മാർക്കോടെയാണ് ഞങ്ങൾ +1 വന്നത്. +1 വന്നു. ഞങ്ങൾക്ക് അവർ പറയുന്ന ലാംഗ്വേജ് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ട്, കാരണം ഞങ്ങൾ ചെറുപ്പം മുതലേ പഠിച്ചു വന്നിരിക്കുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ്, ഞങ്ങൾക്ക് ബേസ് ഉണ്ട്. സോ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പഠിച്ചു. പക്ഷെ ബാക്കിയുള്ള കുട്ടികളെ ഈ ഫിയർ കൊണ്ട് പോയവരും അതേപോലെ തന്നെ എന്താണ് മലയാളം മീഡിയത്തിൽ നിന്ന് വന്ന കുട്ടികൾക്കും ഈ ഒരു ലാംഗ്വേജ് പഠിക്കാനായിട്ട് പേടി വന്നു. പേടി എന്ന് വെച്ചാൽ ഭയങ്കര പേടി, എല്ലാവർക്കും ഭയങ്കര പേടി. ആദ്യം വരുന്ന സബ്ജക്ട് എന്നൊക്കെ പറഞ്ഞാൽ ബിസിനസ്സും എക്കണോമിക്സും ഒക്കെ ഫുൾ ലാംഗ്വേജ് ആണ്. ഈ സോഷ്യലിന്റെ അതേ ഒരു നേച്ചറാണ് നമുക്കറിയാലോ, ബിസിനസ്സും എക്കണോമിക്സ് ഒക്കെ ഫുൾ തിയറി ആണ്. ഞങ്ങൾക്ക് അതിലൊക്കെ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുമ്പോൾ ഈ മലയാളം മീഡിയത്തിൽ നിന്നവർക്ക് കുറച്ച് പേടി. അപ്പൊ ഞങ്ങളുടെ ഈ പേടിയുള്ളത് എല്ലാവർക്കും മനസ്സിലായി, കാരണം ആ ക്ലാസ്സിൽ ഇപ്പൊ ഒരു 10 പേര് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും മലയാളം മീഡിയം ആയിരുന്നു. ഞങ്ങൾ ടീച്ചർ വന്നു ക്ലാസ്സിൽ വന്നിട്ട് ഞങ്ങളോട് ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് ഇപ്പൊ കാണുന്ന ഫെയിലിയറിനോടുള്ള പേടിയാണ്, എന്ന് വെച്ചാൽ നിങ്ങൾ തോറ്റു പോകുമോ, മാർക്ക് കുറഞ്ഞു പോകുമോ എന്നൊരു പേടിയാണ്. നിങ്ങൾ എങ്ങനെയാണോ പഠിച്ചത് അതേപോലെ നിങ്ങൾ ആൻസർ ചെയ്തോ എന്ന് പറഞ്ഞു. നിങ്ങൾ എങ്ങനെയാണോ പഠിച്ചത് ഇത്രയും നാള് ആ ഭയം മാറ്റിവെച്ച് എങ്ങനെയാണോ എക്സാം എഴുതിക്കോളാൻ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു അവർക്ക് മലയാളമാണ് കംഫർട്ട്. കുറെ പേര് മലയാളത്തിലേക്ക് ഓപ്റ്റ് ചെയ്തു. ചില കുട്ടികൾ ആ ഒരു കറേജ് ഏറ്റെടുത്തിട്ട് മലയാളം വേണ്ട ഇംഗ്ലീഷിലേക്ക് വരാം എന്ന് വെച്ചാല് ഇനിയും ഇംഗ്ലീഷ് തന്നെയാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു പഠിച്ചു. +2ല് 100% വിജയമായിരുന്നു ഞങ്ങളുടെ ബാച്ചിന്. നല്ല മാർക്കായിരുന്നു, എല്ലാവർക്കും നല്ല മാർക്കായിരുന്നു. അപ്പൊ എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടാണ് അത് അറ്റൈൻ ചെയ്തത്. കാരണം മലയാളം മീഡിയത്തിൽ നിന്ന് വന്ന കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയം അങ്ങനെ വേർതിരിവൊന്നും ഉണ്ടായിരുന്നില്ല, ഒരുമിച്ചായിരുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞങ്ങളോട് വന്ന് ചോദിച്ചു, ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. ഞങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവരുടെ ബുക്ക് നോക്കി റെഫർ ചെയ്യും. അതിനൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും നല്ല രീതിയിലൊരു നല്ലൊരു ഇതായിരുന്നു, ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള സ്റ്റഡി ആയിരുന്നു. അപ്പൊ എല്ലാവരും പാസ്സായപ്പോ ഭയങ്കര ഹാപ്പിനെസ് ആണ്. അതേപോലെ ഒരു ക്ലാസ്സിലേക്ക് ഞാൻ പിന്നെ പോയിട്ടില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഇത് ഞാൻ പോയ ക്ലാസ്സുകളിലൊക്കെ ഇങ്ങനെ പാർഷ്വാലിറ്റി ഒക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞ് വന്നത് എവിടെന്നാണ്? സൂയിസൈഡിന്റെ അടുത്തുനിന്നാണ്. കുട്ടികൾ ഈ ഫിയർ വരുമ്പോഴാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത തീരുമാനങ്ങളിലേക്ക് അവരെന്ത് ചെയ്യുന്നത്, തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കാരണം വരുന്നത്. നോക്കാം. The major incidents of extensive social problem like indiscipline, delinquent behavior, truancy, suicide, underachievement, running away from school, etc. among school children calls for participating mental hygiene in school. എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത്? സ്കൂളിൽ പോകാതെ ഒരു മിനിറ്റ്, ഓക്കെ 15 ആവുമ്പം ഫ്രെയിം പ്രസന്റ് ചെയ്യാട്ടോ. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പോ എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് എന്ന് വെച്ചാല് കുട്ടികളിലെ മോശം പെരുമാറ്റം, ഡിസിപ്ലിൻ ഇല്ലായ്മ, സൂയിസൈഡ് അറ്റംപ്റ്റ്, അണ്ടർ അച്ചീവ്മെന്റ്, മാർക്ക് കുറവ് അച്ചീവ് ചെയ്യുന്നു, റണ്ണിങ് അവേ ഫ്രം സ്കൂൾ. ഇപ്പൊ ആ കുട്ടി പറഞ്ഞില്ലേ സിന്ധു, അവൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഈ കുട്ടികള് ഇപ്പൊ ആ കുട്ടിക്ക് മാത്രം കൊടുക്കുമ്പോ ബാക്കി 3 പേരും പിന്നെ പഠിക്കാനൊരു താല്പര്യം ഇല്ലാണ്ടാവും. കാരണം എന്താണ്, അവർ ഇത്ര കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും അവർക്ക് കിട്ടുന്നില്ലല്ലോ. അപ്പൊ കൂടെ ഉള്ളവർക്കും അതേപോലെ ഫീൽ ആവും തോന്നാം. ബാക്കി ഞങ്ങൾ എന്തിനാ പഠിക്കണേ, എല്ലാ പ്രാവശ്യം അവർക്കാണ് കൊടുക്കുന്നത്, അവർക്ക് തന്നെ കൊടുത്തു, ഞങ്ങൾ പഠിച്ചിട്ട് കാര്യമെന്ന് അവരുടെ മൈൻഡിൽ എന്ത് ചെയ്യണം, വന്ന പതിയാണ്. നമ്മളതൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, കുട്ടികളുടെ മനസ്സിലങ്ങനെ കൊടുക്കാൻ പാടില്ല, മനസ്സിന് വിഷമിപ്പിക്കാൻ പാടില്ല. കുഞ്ഞു മനസ്സല്ലേ, നമ്മൾ എപ്പോഴും പറയും കുഞ്ഞു മനസ്സ് വിഷമിപ്പിക്കരുത്, കുട്ടികളല്ലേ എന്ന് പറയാറുണ്ട്. Among school children, calls for participating mental hygiene in school, often school itself source of maladjustment. നമ്മൾ ചെറുപ്പം മുതലേ ശീലിക്കുന്ന ശീലം വലുതാവുമ്പോൾ വരെ അത് ഉണ്ടാവും എന്ന് പറയും. നമ്മള് കുട്ടികൾ നല്ല ഫ്രണ്ട്ലി ആയിട്ട്, നല്ല ഹാപ്പി ആയിട്ടുള്ള ടീച്ചേഴ്സ്, നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സും, അതേപോലെ നമ്മൾ കുട്ടികൾ തമ്മിൽ ഒരു നല്ല ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്സിലേക്ക് കയറാൻ ഭയങ്കര താല്പര്യമായിരിക്കും, ഇല്ലേ? അല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സിൽ 1 അവർ എങ്ങനെ പോണേന്ന് അറിയാൻ പറ്റണ്ട? ഈ 1 അവർ കൂടുതൽ കിട്ടണമെന്ന് ആഗ്രഹമുള്ളവരില്ല ഇവിടെ. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ് അങ്ങനെയാണ്. ചില ക്ലാസ്സുകളിലേക്ക് നമുക്ക് പോകുമ്പോൾ ഫ്രണ്ട്ലിനെസ് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ, നല്ല രീതിയിലേക്ക് നല്ല ഒരു പാർട്ടിസിപ്പേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് എന്താണ്, നല്ല രീതിയിൽ ആ ക്ലാസ് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും, പഠിക്കാനായിട്ട് പറ്റും. ഇപ്പൊ വീക്ക് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ പോലും നമ്മുടെ കൂടെയുള്ള ബാക്കിയുള്ള കുട്ടികളെല്ലാം പഠിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ തോന്നും, പഠിക്കാനായിട്ട് തോന്നും, നമ്മുടെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് തോന്നും. ഓക്കെ, അപ്പൊ ലാക്ക് ഓഫ് ഫ്രണ്ട്ലിനെസ് ഓൺ ദ പാർട്ട് ഓഫ് ടീച്ചേഴ്സിന്റെ അടുത്ത് നിന്ന് ഫ്രണ്ട്ലിനെസ് ഇല്ല, അവർ ഫ്രണ്ട്സിനെ പോലെ അല്ല പെരുമാറുന്നത്. ഓവർ എംഫസൈസ് ഓഫ് സ്കൂൾ മാർക്ക്, അവർ കൂടുതലായിട്ട് മാർക്കിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ടീച്ചേഴ്സ് പാർഷ്വാലിറ്റി കാണിക്കാണ്. അതേപോലെ ഫിയർ ഓഫ് ഫെയിലിയർ, തോറ്റു പോകുമെന്നുള്ള പേടി. അതേപോലെ എക്സസീവ് ഹോംവർക്ക്, ഒരുപാട് എക്സസീവ് ആയിട്ടുള്ള ഹോംവർക്ക് കൊടുക്കുന്നു. ഹെവി കരിക്കുലം എക്സെട്ര കോസ് മെന്റൽ ടെൻഷൻ ആൻഡ് ഫിയർ ഇൻ ചിൽഡ്രൻ. കുട്ടികളിലെ മെന്റൽ ടെൻഷനും ഫിയറിനും ഈ എല്ലാ കാര്യങ്ങളും കാരണങ്ങളാകുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാരണങ്ങളാകുന്നുണ്ട്. അപ്പൊ എന്റെ അഭിപ്രായത്തില് ഞാൻ ഒരു സിലബസിന്റെ കാര്യം പറഞ്ഞപ്പോൾ, കരിക്കുലത്തിന്റെ കാര്യം പറഞ്ഞപ്പോ പറയണമെന്ന് വിചാരിച്ചതാ. 7th CBSE മാൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പുതിയ മാറ്റങ്ങളായിട്ട് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ചില കുട്ടികളുണ്ടാവും, അവരെങ്ങനെയാണോ വളർന്നു വന്ന സാഹചര്യം അതായിട്ട് അവരെന്ത് ചെയ്യുന്നില്ല, അഡ്ജസ്റ്റ് ആവാത്തൊരു സിറ്റുവേഷൻ. ഓക്കെ, അപ്പോ ഹെവി കരിക്കുലത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് CBSEയിലേക്ക് നോക്കുമ്പോൾ ഒരു 7th കുട്ടി പഠിക്കുന്നത്, നമ്മളുടെ 7th അല്ല 8th കുട്ടികൾ പഠിക്കുന്നത് ഇപ്പോഴത്തെ +1 +2 സയൻസിന്റെ ബേസ് ആണ്. അല്ലെങ്കിൽ അത്രയും ഹെവി ആയിട്ടുള്ള, അത്രയും ഹെവി അല്ല എന്നാലും അതേപോലെ തന്നെ സിലബസ് ആണ് 7th 8th 9th 10th ഒക്കെ പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്നത്. സോ അവർക്ക് ഹെവി കരിക്കുലമാണ്. അത് അവരുടെ മെന്റൽ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കാരണമാവുന്നുണ്ട്. ഫിയർ ഇൻ ചിൽഡ്രൻസ്, കുട്ടികളെ ഭയം കൊണ്ടുവരും. നമ്മൾ ഒരുപാട് എക്സസൈസ് ഹോംവർക്കുകൾ കൊടുക്കാതിരിക്കുക, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് എല്ലാം വേണോ തന്നെ. The mental hygiene practice helps the teachers to change their angle of vision. നമ്മൾ നോക്കുന്ന രീതിക്കാണ് വ്യത്യാസം. ഒരു കുട്ടീനെ നമ്മൾ നോക്കുമ്പോൾ അവരുടെ മാർക്ക് വെച്ച് അവനെ കമ്പയർ ചെയ്യരുത്. അവൻ പഠിക്കുന്ന കുട്ടി, അവൻ പഠിക്കാത്ത കുട്ടി എന്ന് കമ്പയർ ചെയ്യരുത്. നമുക്കറിയാം പഠിക്കുന്ന കുട്ടികളെ നമ്മളൊന്ന് ജസ്റ്റ് സപ്പോർട്ട് ചെയ്തിട്ടാൽ മതി. നമ്മളുടെ ആവശ്യം ആർക്കാ ശരിക്കും പറഞ്ഞാൽ ടീച്ചേഴ്സിന്റെ ആവശ്യം.
ഈ പഠിക്കാത്ത കുട്ടികളാണ്. 100 കുട്ടികൾ പഠിക്കുന്നത് 100 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ എന്താ പറയുക ഒരു 80% പിള്ളേർ പഠിക്കുന്നതാണെങ്കിൽ ബാക്കി 20% കുട്ടികൾ പഠിക്കാത്ത കുട്ടികളായിട്ട് നമുക്ക് വിടാൻ പറ്റുമോ? പറ്റൂല. നമ്മൾ ആ 20% കുട്ടികളെ കോൺസെൻട്രേറ്റ് ചെയ്ത് അവർക്ക് എന്താണ് പ്രശ്നം, ഓരോ കുട്ടികളെയും അനലൈസ് ചെയ്യുക, അവർ ഓരോരുത്തരുടെ ക്യാരക്ടേഴ്സ് മനസ്സിലാക്കുക, അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി, അവർ ഏത് എൻവയോൺമെന്റിൽ നിന്നാണ് വരുന്നതെന്ന് മനസ്സിലാക്കി അവർക്ക് എന്ത് മാറ്റം നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്ന് നോക്കി അവർക്ക് വേണ്ട സപ്പോർട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. The mental hygiene practice help the teachers to change their angle of vision so that the school surrounding become good for health development of student. എന്നിരുന്നാൽ മാത്രമേ നല്ലൊരു ഹെൽത്തി ഡെവലപ്മെന്റ് ആ കുട്ടികൾക്ക് ആ ഒരു എൻവയോൺമെന്റിൽ കിട്ടുള്ളൂ. നമ്മളുടെ ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ് നടക്കുന്ന സമയം എന്ന് പറയുന്നത് നമുക്കറിയാം ചൈൽഡ്ഹുഡ് ആണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ നമ്മളുടെ അടുത്താണ്, ടീച്ചേഴ്സിന്റെ അടുത്താണ്. ആക്റ്റീവായിട്ട് ഇരിക്കുന്ന സമയത്ത് ടീച്ചേഴ്സിന്റെ അടുത്താണ് കുട്ടികളുള്ളത്. സോ നമുക്കാണ് അവർ കൂടുതലായിട്ട് എന്താ പറയാ ക്യാരക്ടർ ഡെവലപ്മെന്റ് കാര്യമാവട്ടെ, അല്ലെങ്കിൽ ഇമോഷണൽ ഡെവലപ്മെന്റ്, അതേപോലെ സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ് ഒക്കെ നമുക്കാണ് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്. സോ നമ്മളുടെ ഡ്യൂട്ടിയാണ് അവരുടെ ഈ ഡെവലപ്മെന്റുകളെ മെന്റൽ ഹൈജീൻ കൊണ്ടുവരാന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ്? നമ്മൾ ഓരോ ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്തം. ഒരിക്കലും മാർക്കിന്റെ ബേസിലാവാൻ പാടില്ല നമ്മൾ എന്ത് ചെയ്യാനായിട്ട് കുട്ടികളെ ട്രീറ്റ് ചെയ്യാനായിട്ട്. നമ്മൾ എപ്പോഴും അവർക്ക് എല്ലാവരെയും ഇൻഡിവിജ്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ചിലര് പഠിക്കുന്നതായിരിക്കും, അവർക്ക് കഴിവുണ്ട്, ചില കുട്ടികൾ വീക്ക് ആയിരിക്കും. അതും പറഞ്ഞ് നമ്മൾ അവരെ കമ്പയർ ചെയ്യാൻ പാടില്ല. കമ്പാരിസൺ എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ് കേട്ടോ. അയ്യോ ഞാൻ ചിലപ്പോ ഒന്ന് ഒരു ബാച്ച് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യും, പക്ഷെ കുട്ടികളെ കമ്പയർ ചെയ്യണത് എനിക്ക് ഇഷ്ടമല്ല. അയ്യോ അവൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, ഇവർ ഒട്ടും പഠിക്കുന്നില്ല, സെയിം ക്ലാസ്സിലുള്ള കുട്ടികളെയായിരിക്കും നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഒരിക്കലും കമ്പയർ ചെയ്യരുത്. കാരണം ഓരോ വ്യക്തിയും ഓരോ ഇൻഡിവിജ്വലും ഡിഫറെന്റ് ആണ്. സോ അക്സെപ്റ്റ്, ആ ഒരു വ്യക്തിനെ അതേപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യാം. ദെൻ മൂവ് ഓൺ, നമ്മൾ മൂവ് ഓൺ ആവാം. അതാണ് ഏറ്റവും നല്ലൊരു കാര്യം. ഇനി എന്താണ് ഫോട്ടോ ഫ്രെയിം? ഇന്ന് എന്തൊക്കെ ആക്ടിവിറ്റീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ? ബാക്കി ചെയ്യാനുള്ള ഫ്രെയിംസ് പ്രസന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എല്ലാവരും? ഒന്നും ചെയ്തിട്ടില്ലാട്ടെ മാം. ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്ത് മിസ്സിനെ കാണിക്കാന്ന് ഓർത്ത് ഇരിക്കണേ. ഞാനും ഒന്നും എല്ലാവരും ചെയ്തിട്ട് മാമിനെ കാണിക്കാട്ടോ. ഞാനും എല്ലാം ഒന്നിച്ച് ചെയ്തിട്ട് കാണിക്കാം മാം. ഞാനും ഒന്നും ചെയ്തിട്ടില്ല മാം. ഞാൻ കാണിച്ചിട്ടെ മാം. ഓക്കെ, ചെയ്തൊരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ, കുറവാണെന്ന് തോന്നുന്നുണ്ട്, അത് മെസ്സേജ് അയക്കുകയാണെങ്കിൽ അവർക്ക് പ്രസന്റ് ചെയ്യാനുള്ള ടൈം തരാം. അത് കഴിഞ്ഞിട്ട് എന്റെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാമല്ലോ. എനിക്ക് രേഷ്മയാണ്. രേഷ്മ. ഹലോ മാം. രേഷ്മ. ഒരു മിനിറ്റ് മാം. ഹലോ മാം, കേൾക്കണ്ടോ? ആദ്യമേ പറഞ്ഞു. രേഷ്മ പറഞ്ഞോടാ. ഇത് വെൽക്കോ ഫ്രെയിം ആണ് മാം. ഇത് ഇവിടെ ഒട്ടിയിട്ടില്ല. ഞാൻ ഇന്നാണ് ഇത് സ്റ്റിച്ച് ചെയ്തത്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഒട്ടിയിട്ടില്ല, ഒട്ടിക്കാൻ വെച്ചിട്ടുള്ളൂ. ഓക്കേടാ. ഓക്കെ ഓക്കെ, താങ്ക് യു മാം. നൗഫല. കാണുന്നുണ്ടോ മാം? ഇല്ലാടാ. ക്യാമറ ഓൺ ചെയ്യും. ഓൺ ചെയ്ത് എടാ കാണുന്നില്ല കേട്ടാ. ഇപ്പൊ കാണാം. എല്ലാവർക്കും കാണുന്നുണ്ട്, കാണാൻ പറ്റുന്നില്ലല്ലോ. പ്രസ് ബട്ടൺ ഫ്രെയിമാ. കാണുന്നുണ്ടോ? കാണാം. ഹുക്ക് ഫ്രെയിമും കൂടി ചെയ്തിട്ടുണ്ട് മാം. മാം പോയോ? ഞങ്ങൾക്ക് കാണാണ്ട്. തോന്നില്ല.
എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, കാണാടാ. നേരത്തെ പ്രസ് ബട്ടൺ ഇപ്പോഴത്തെ ഫ്രെയിമാണ്. ബട്ടൺ. ഓക്കെ ഓക്കെ ഓക്കെ, ബട്ടൺ. ഓക്കേടാ. രണ്ടെണ്ണം മറ്റേത് രണ്ടും ചെയ്തിട്ടില്ല. ഓക്കെ, കംപ്ലീറ്റ് ചെയ്താൽ മതിയടാ. നന്നായിട്ടുണ്ട് കേട്ടോ. വെൽക്കോ ചെയ്തിട്ടില്ല അല്ലെ? വെൽക്രോയും ചെയ്തിട്ടില്ല, ബെൽറ്റ് ഫ്രെയിമും ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ. ബെൽറ്റ് മാം വാച്ചിന്റെ സ്ട്രാപ്പ് കൊണ്ട് മതി എന്ന് പറഞ്ഞു. ബക്കിൾ ടൈപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ബക്കിൾ ടൈപ്പ് ഫ്രെയിം പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല മാം. പിന്നെ ആകെ 6 പറഞ്ഞുള്ളൂ. 6 പറഞ്ഞുള്ളൂ. ഇനി ടൈം ഉണ്ടെങ്കിൽ മാത്രം പറഞ്ഞോളൂ. ഓക്കെ, ബക്കിൾ ടൈപ്പ് ഞാൻ കാണിച്ചു തരാവേ. ഞാൻ കാണിച്ചു തന്നൊരു സംശയമുണ്ട്. നോക്കട്ടെ കേട്ടോ, പറ്റുകയാണെങ്കിൽ ഞാൻ നോക്കട്ടെ, ഇവിടെ ഉണ്ടോയെങ്കിലും കാണിച്ചു തരാം. ഇതാണ് ബെൽറ്റ് അല്ലെ? ഇതാണ് ബക്കിള്. നമ്മൾ ബാഗിൽ മാം അന്ന് പറഞ്ഞത് ബെൽറ്റിന്റെ കൂട്ടത്തിൽ തന്നെ അന്ന് പറഞ്ഞത് ബെൽറ്റ് ആയിട്ട് ബെൽറ്റിന്റെ സെഷൻ തന്നെയാണ് പറയണേട്ടാ. ഇങ്ങനെ അന്ന് മാം പറഞ്ഞു ഇങ്ങനെ കിട്ടിയില്ലെങ്കിൽ മറ്റേ ചെയ്തോളാന്നാ പറഞ്ഞേ. ഇങ്ങനെ കിട്ടിയില്ലെങ്കിൽ ചെയ്തോ, നിങ്ങൾ നോക്കിയിട്ട് ചെയ്യട്ടാ, അല്ലെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ മാം. നോക്കിയിട്ട് ചെയ്യട്ടോ. കിട്ടിയില്ലെങ്കിൽ കിട്ടുകയാണെങ്കിൽ ചെയ്തോ, കാരണം പഴയ ബെൽറ്റ് ഇതുണ്ടാവില്ലേ ബാഗ് ഒക്കെ, അത് വെച്ച് കട്ട് ചെയ്താൽ നമുക്കത് കിട്ടായിരിക്കും. നോക്ക്. വേറെ ആരാണ്? ഞാനാണ് മാം, ധന്യ. ധന്യ. ഓക്കെ, ധന്യ. മാം 2 എന്റെ സൗണ്ട് പോയിരിക്കും, ത്രോട്ട് ഇൻഫെക്ഷൻ ആണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി. 2 ചെയ്തത് കാണിക്കാം മാം. ഒരു മിനിറ്റ് മാം. ഇത് വന്നിട്ട് നോർമൽ ബട്ടൺ ഫ്രെയിം ആണ്. ബട്ടൺ ജസ്റ്റ് അഴിച്ച മാം, അഴിക്കുന്നുണ്ട്. അഴിക്കാം, തുറക്കാം. അഴിക്ക് സമയം കളയുന്നില്ല മാം, തുറക്കാം, ഈസിയായി തുറക്കാം. നെക്സ്റ്റ് വൺ വന്നിട്ടാണ് പ്രസ് ബട്ടൺ ഫ്രെയിം മാം. ഓക്കെ, ഇത് ഇനി 2-3 ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു കാര്യം പറയാം മാം. അച്ഛൻ വന്നിട്ട് എന്റെ അച്ഛൻ വന്നിട്ട് പ്രസ്സാണ്, സ്ക്രീൻ പ്രിന്റിംഗ് ആ അച്ഛൻ. അപ്പൊ ഞാൻ ഇതൊക്കെ തടിയുണ്ട് വീട്ടിൽ, അപ്പൊ ഞാൻ എടുക്കാവട്ടിരിക്കും, എനിക്ക് ഡസ്റ്റ് അലർജി വേറെ. അപ്പൊ ഞാൻ അച്ഛനോട് ചോദിച്ചപ്പോ അച്ഛൻ സ്ക്രീൻ പ്രിന്റിംഗ് പ്രസ് ഇൻവിറ്റേഷൻ കാർഡൊക്കെ അടിക്കണതില്ല. ഇതിൽ കൂടെ എന്ത് ചെയ്യും, ഫ്രെയിം ഇട്ടിട്ട് ഫ്രെയിം ഇട്ടിട്ടാണ് അവർ പ്രിന്റ് ചെയ്യുക. അപ്പൊ ഞാൻ ഇത് മാത്രം ആ കടയിൽ നിന്ന് വാങ്ങിച്ചു. മനസ്സിലായോ മാം? അതായത് സ്ക്രീൻ പ്രിന്റിംഗ് സാധനങ്ങൾ വാങ്ങിക്കുന്ന കടയിൽ നിന്ന് ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഞാൻ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യാം മാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ പോയി വാങ്ങിക്കും. ഇതിന് 60 രൂപയെ വരുന്നുള്ളൂ മാം. ഓക്കെ, അപ്പൊ എനിക്ക് ഇനിയിപ്പോ ഇതൊക്കെ സെറ്റ് ചെയ്യണമെന്ന്. ബാക്കി എനിക്ക് ഇന്നലെ കിട്ടിയപ്പോ ഹാപ്പി ആയി, ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ 2 വൃത്തിയായി ചെയ്യാൻ പറ്റിയതാ. ഇനിയിപ്പോ ഞാൻ ചെയ്തോളാം മാം, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിച്ചു തരാം. ഓക്കേടാ, അതൊന്ന് ആള് പറഞ്ഞ സ്ഥലത്തൊന്ന് പോയി അന്വേഷിക്കാട്ടാ. അർച്ചന കാണാവോ മാം? കാണാടാ. ഞാൻ ഹുക്ക് ബട്ടൺ ഫ്രെയിം ആണ് ചെയ്തത്. ഇത് ഞാൻ നോർമൽ ബട്ടൺ ഫ്രെയിമിന്റെ ഉള്ളിൽ തന്നെ ഹുക്ക് പിടിപ്പിച്ചിട്ട് അങ്ങനെ ചെയ്തതാണേ. ഞാൻ പ്രസ് ബട്ടണും ലേസും മുമ്പ് കാണിച്ചതാണ്. ഇല്ല, ഞാൻ വെൽക്കോയും ബെൽറ്റും ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ ആരാണ്? സിനു. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ. ഇത് വെൽക്കോ. ഇതിങ്ങനെ തുറക്കാം. ഇതാണ് ഞാൻ വുഡിലാണ് മാം ചെയ്തത്. മറ്റേതൊക്കെ ഞാൻ നീറ്റാക്കി ചെയ്യാൻ വേണ്ടി വച്ചിരിക്കുക. ഇന്നലെ പോയി എല്ലാ സാധനവും മേടിച്ചു. ഈ റോള് ഇത് ഞാനിങ്ങനെ നമ്മൾക്ക് 6 എണ്ണം 99 രൂപ ഈ റോളിന്.
ഇത് ഞാൻ ഈ കോഴിക്കോടൊക്കെ ഉണ്ടാക്കണ ചേട്ടനെ മണി അടിച്ചിട്ട് ചേട്ടനെ ഇത് മേടിച്ചിട്ടും വന്നതാ. എവിടുന്നാ വാങ്ങിയ റോള്? അത് ക്രാഫ്റ്റ് കടയിൽ നിന്നാണ് മേടിച്ചത്. പിന്നെ അടുത്തത് ബെൽറ്റ് ഫ്രെയിം ഉണ്ടാക്കി മാം. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാൻ ഈ വാച്ചിന്റെ ഈ സാധനം മാത്രം ഇങ്ങനെ തുറക്കാനേ പറ്റുള്ളൂ, അല്ലാതെ തുണിയായിട്ട് ഇങ്ങനെ ഇങ്ങനെ അയച്ചെടുക്കാൻ പറ്റില്ല. അതിങ്ങനെ കുഴപ്പമില്ല, നന്നായിട്ടുണ്ട് കേട്ടോ. ഇത് എല്ലാം ചെയ്യാൻ പറ്റും. ഇത്രേ ഉള്ളൂ മാം. ഇതെല്ലാം ചെയ്യാനുണ്ട്. ഓക്കെ മാം. ഫർസാന, ഫർസാന ഫർസാന മോനൊക്കെ അറിയാണ്. കുഴപ്പമില്ല, മ്യൂട്ട് ആക്കിക്കോ. ഞാൻ കണ്ടോളാം. നന്നായിട്ടുണ്ട് കേട്ടോ ഫർസാന. ശാന്തി, യെസ് മാം. കളർ മാം, ഇത് വെൽക്കോ ഫ്രെയിം ആണ്. വെൽക്കോ ബട്ടൺ ഫ്രെയിം, ലേസ് ബട്ടൺ, വെൽക്കോ ഫ്രെയിം ചെയ്യുന്നുണ്ട്. ഓപ്പൺ ചെയ്യണം. ഓക്കെ മാം. ഋതു, എന്റെ ബാക്കിലത്തത് കാണാൻ പറ്റാം. ഇത് പിടിച്ചു നിൽക്കടേ. ഇത് പ്രസ് ബട്ടൺ. ഇതിന്റെ ബാക്ക് ക്യാമറ എങ്ങനെയാണോ വരണോ? മേലെ സ്പീക്കറിന്റെ ചിഹ്നം കണ്ടോ? കണ്ടു. ഇവിടെ വെക്കി. ഇത് പ്രസ് ബട്ടൺ. ഓക്കേടാ. പിന്നെ ഹുക്ക്. ഓക്കെ. വെൽക്കോയും ബെൽറ്റും മേടിച്ചിട്ടുള്ളൂ. ഓക്കെ. ബാക്കി എല്ലാവരും നെക്സ്റ്റ് ക്ലാസ്സുകളിലായിട്ട് ഒരു ഡേ പറയാം. ഇനി വരുന്നത് എന്താണ്, ഒരാഴ്ച വരെ നോക്കട്ടെ, കലണ്ടറിൽ ഞാൻ നോക്കട്ടെ. നോമ്പ് കഴിഞ്ഞിട്ട് മാർച്ച് ഒരു 8-ാം തീയതിക്കുള്ളിൽ എല്ലാവരും പ്രസന്റ് ചെയ്യണം. മാർച്ച് 8-ാം തീയതി. ഏപ്രിൽ 8 ആണ്. ഏപ്രിൽ കേട്ടാ. എല്ലാ ഫ്രെയിമും ചെയ്യണോ? ഫുള്ളും? ഫുള്ളും കംപ്ലീറ്റ് ചെയ്യണം. ഏപ്രിൽ 8 കേട്ടാ. ലാസ്റ്റ്. പിങ്ക് ടവറോ? എന്താണ് പിങ്ക് ടവർ? പിങ്ക് ടവറിന്റെ മാം അതിപ്പോ തീർന്നിട്ട് പോരെ മാം? പിങ്ക് ടവർ ഇപ്പൊ വേണ്ടല്ലോ, ഫ്രെയിം പിങ്ക് ടവർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാം. അത് ഫ്രെയിംസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിങ്ക് ടവർ ചെയ്യാനായിരുന്നു പറഞ്ഞിരുന്നത്. ഓക്കെ. ഇല്ല, ഈ മാർച്ച് 8-ാം തീയതിക്ക് പിങ്ക് ടവറും കൂടി കംപ്ലീറ്റ് ചെയ്യാലോ എല്ലാവർക്കും. അയ്യോ മാം, അങ്ങനെ പറയല്ലേ. ഓക്കെ, എല്ലാ ഫ്രെയിമും മാർച്ച് 8-ാം തീയതിക്ക് കംപ്ലീറ്റ് ആക്കണം. ഓക്കെ, നിങ്ങളൊന്ന് നിങ്ങളുടെ കയ്യിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്റെ കയ്യിൽ കമറുന്നിസ മറ്റേ പിങ്ക് ടവർ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നില്ല അവക്ക്. ആണോ? ഗ്രൂപ്പിലൊക്കെ അയച്ചു തന്നായിരുന്നു. നല്ല രസമുണ്ട് ചെയ്തേക്കണേ. അതൊന്ന് ഫോട്ടോ എടുത്ത് സ്റ്റാറിന് അയച്ചു കൊടുക്കോ?
അവളോട് പറയോ? കമർ മോളുണ്ട് ഇവിടെ. കമറുന്നിസ. ഓക്കെ, കമർനിസ മോള് ഫോട്ടോ എടുത്തിട്ട് സാറിന് അയച്ചു കൊടുക്കും. എനിക്ക് അയച്ചു തരാൻ പറഞ്ഞോണ്ട് അങ്ങനെ എനിക്ക് കാണാൻ പറ്റുമായിരുന്നു. ഗ്രൂപ്പിൽ പറയാം മാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കാണാൻ പറ്റും. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. അവള് ചാർട്ട് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന, പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. നല്ല ഫിനിഷിംഗ് ഉണ്ട്. ഓക്കെ, കറക്റ്റ് മെഷർമെന്റിൽ കിട്ടിയിട്ടുണ്ടാവും. അതാണ്. അതെ. കുട്ടി ചെയ്തെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? ബാക്കിയുള്ള കുട്ടികൾക്ക് ചാർട്ട് നമുക്ക് ചാർട്ട് പേപ്പറിന്റെ പ്രശ്നം എന്താണെന്നറിയാവോ? ക്യൂബുകളാണ്. അത് പെട്ടെന്ന് എന്ത് ചെയ്യാൻ അങ്ങനെ വെക്കുകയാണെങ്കിൽ വീട്ടിൽ യൂസ് ചെയ്യാനൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമുക്കത് ക്യാരി ചെയ്തോണ്ട് പോകുമ്പോൾ ചിലപ്പോ ചെറിയ കേടൊക്കെ പറ്റാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങള് ഞാൻ പണിയാൻ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് കിട്ടുമോന്ന് അറിയത്തില്ല. ഓക്കെ, പ്രാക്ടിക്കൽ സെഷനിലേക്ക് വരുമ്പോഴേക്കും മതി. വുഡാണോ പണിയാൻ കൊടുത്തിരിക്കുന്നത്? അതെ. വുഡിന്റെ വാപ്പടെ കൊടുത്തു വിട്ടേക്കാ. വാപ്പ കട്ട് ചെയ്തിട്ടില്ലാന്നാ പറഞ്ഞേ. പണിയണേണോ? മരം പണിയണേണോ? വാപ്പാക്ക് മറ്റേ ഈ കട്ടിലിന്റെ ജനലിന്റെ ഒക്കെ. ഓക്കേടാ, അപ്പൊ അങ്ങനെ മതി. കാർഡ്ബോർഡിന്റെ നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽസ്, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് പിങ്ക് ടവർ ക്രിയേറ്റ് ചെയ്താൽ മതി. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോ നമുക്കത് ക്യാരി ചെയ്യാൻ പറ്റത്തില്ലല്ലോ മാം. പിന്നെ നമ്മൾ ആ എഫോർട്ട് എടുക്കണ വെറുതെ ഇല്ലേ? അതൊരു കാര്യമാണ്. പക്ഷെ നമുക്ക് വുഡ് അവൈലബിൾ അല്ലാത്ത ആൾക്കാരുടെ സാഹചര്യം ആലോചിച്ച് നോക്കി. അത് ശരിയാണ് മാം. പിന്നെ ഒന്നുകൂടി ഒരു ഡൗട്ട് ക്ലിയർ ആയിട്ട് ചോദിക്കുക. ക്യൂബ് ആയിട്ട് തന്നെയല്ലേ ഈ ചെയ്യേണ്ടത്? സ്ക്വയർ അല്ലല്ലോ, ക്യൂബ് അല്ലേ? ക്യൂബ്. ഓക്കെ. 10 സെന്റിമീറ്റർ അത് ഓരോന്നിനും 10, 9 അങ്ങനെ 1 സെന്റിമീറ്റർ കുറഞ്ഞാണ് ടോപ്പിലേക്ക് വരുന്നത് കേട്ടോ ശാന്തി. അല്ല, നമ്മൾ ചിലവര് ചെയ്തേക്കണ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂബ് അല്ല മാം. മുകളിൽ നിന്ന് നോക്കുമ്പോ നമുക്കത് സ്ക്വയർ ആയിട്ട് തോന്നുക, പക്ഷെ അടിയിലേക്ക് നോക്കുമ്പോ അത്രയും തന്നെ ആ 10 സെന്റിമീറ്റർ താഴത്തേക്കില്ല. ഹൈറ്റും വെടുത്തും ഒക്കെ സെയിം വേണമല്ലോ. പക്ഷെ ചെയ്തേക്കണവർ അങ്ങനെയല്ല ചെയ്തേക്കുന്നത്. നമ്മൾ ഈ മറ്റേ പാമ്പും കോണിയും കളിക്കുന്ന കട്ടേ പോലെ ഇല്ലേ മാം പറയുന്ന ക്യൂബ്? അതിന്റെ എല്ലാ സൈഡും ഒരേപോലെയാണല്ലോ. പക്ഷെ ചിലവർ ചെയ്തേക്കുന്ന അങ്ങനെയല്ല. അതാ ഞാൻ ചോദിച്ചത്. എടുത്ത് പിന്നെ ചോദിക്കുന്നതിന്റെ കാരണം അതാണ്. അവരൊക്കെ വുഡിലാ ചെയ്തിരിക്കുന്നത്, പക്ഷെ ചെയ്ത് വന്നപ്പോ അങ്ങനെയല്ല വന്നത്. അത് നമ്മുടെ ക്ലാസ്സിലാണോ? അതെ. കമറിന്റെയും ആരബി പകുതി വരെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ രണ്ടുപേരാണ് ഇപ്പൊ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളൂ. ആരബി ചെയ്ത് വെച്ചത് മാത്രമാണ്. ഞാൻ ചെയ്തതിന്റെ ഫോട്ടോ കാണിച്ചു തരാം. ഒന്ന് ഫോട്ടോ ഇടുവോ ഗ്രൂപ്പില് നമ്മളെ? ജസ്റ്റ് നിങ്ങളൊരു ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ ചെയ്ത് കയ്യിൽ സൂക്ഷിച്ചാൽ മതി. എല്ലാവരും ചെയ്യണം. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ചാർട്ട് പേപ്പർ. ഇല്ലടാ, ക്യാമറ ഓൺ ചെയ്തേ. ക്യാമറ ഓൺ ആണല്ലോ. ആ ഒരു പ്രശ്നം പറയാറില്ല, അതായിരിക്കും. നെക്സ്റ്റ് ഡേ ഇത് ചെയ്യണം കേട്ടാ. ക്യാമറ ഓൺ ചെയ്ത് കാണിക്കാൻ പറ്റണെങ്കിൽ കാണിക്കണേ. ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. മിസ്സിന് ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? വേറെ ആൾക്കാർക്ക് കാണാൻ പറ്റുന്നുണ്ടോ? എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? എന്ത് ഇഷ്യൂ ആണാവോ? ഞാൻ പറഞ്ഞില്ല, എനിക്കും ക്യാമറ ഓണാക്കാൻ പറ്റുന്നില്ല. ഇത് അപ്ഡേറ്റ് ആയതിനു ശേഷം വരുന്നില്ലായിരുന്നു. ഇനി വേറെ വല്ല സെറ്റിങ്സ് മാറി കിടക്കണ്ടാവോ? എന്തോ സെറ്റിംഗ്സിലെങ്ങാണ്ടാ. ഓക്കെ, നിങ്ങൾ നോക്കിയാൽ മതി. പിങ്ക് ടവർ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പിങ്ക് ടവർ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഒരു വീഡിയോസ് കിടപ്പുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾ റെഫർ ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ മാം? ഈ ഫ്രെയിം ഓക്കെ അല്ലേ? ഫിനിഷിംഗ് കൂടി കൊടുത്ത സെറ്റ് ആണ്. കാരണം ആ ഒരു ഫ്രെയിമിൽ കൊടുക്കുന്ന ക്ലോത്ത് ഉണ്ടല്ലോ, അതിപ്പോ ഡ്രസ് മെറ്റീരിയൽസ് ആണല്ലോ. അതിന് പകരം നമ്മളത് ഫിനിഷ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയിൽ സ്റ്റിച്ച് ഒക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. ഓക്കേടാ,
ഇനി ഈ ചാപ്റ്റർ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ഇന്ന് എടുത്ത അത്രയും നന്നായിട്ട് വായിച്ചിട്ട് നെക്സ്റ്റ് വീക്ക് വരാം. സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഞാനാണ് മാം. പറഞ്ഞോട്ടെ. ഓക്കെ, പറഞ്ഞു. Anyone who has never made a mistake has never tried anything new. Albert Einstein. Thank you, Ma. Thank you all. Thank you so much for your wonderful class. Sign out by Kanmani. Thank you all.